ഇന്നത്തെ റെസിപ്പി എഗ് കബാബാണ്. ഉരുളക്കിഴങ്ങ് മുട്ടയൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. 3 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണിത്. ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടായാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴന്നു വന്നാൽ അതിലേക്ക് ഒരു വലിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറാനായി മാറ്റി വെക്കാം. ഇതിനു വേണ്ടി 3 മുട്ട പുഴുങ്ങി വെച്ച് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അതൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിച്ചെടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് ചൂടാക്കിയെടുത്ത് മാറ്റി വെക്കാം. ഇനി കബാബ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കി വെക്കണം. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കബാബ് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുത്ത് കയ്യിൽ വെച്ചൊന്ന് പരത്തി കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലായി ഓരോ പീസ് മുട്ട വെച്ച് കൊടുക്കാം. പിന്നെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഉന്നക്കായൻ്റെ ഷേപ്പിൽ റോൾ ചെയ്താൽ മതി. ഇതുപോലെ വെച്ച് ക്ലോസ് ചെയ്ത് റോൾ ചെയ്യാം. ഇനി ഇത് മൈദയുടെ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കാം. എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എല്ലാതും ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല പോലെ ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. കൂടുതൽ മസാലപ്പൊടികളൊന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇപ്പോൾ ഇവിടെ എല്ലാതും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്.